ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓട്ടോ ബാക്കപ്പാണ്. ഓട്ടോ ബാക്കപ്പ് ഇതിൽ ഫസ്റ്റ് തന്നെ കസ്റ്റമൈസിൽ പ്രിഫറൻസിൽ ഫയൽസ് ടാബിൽ ലാസ്റ്റായിട്ട് ഓട്ടോ ബാക്കപ്പ് ഇതിൽ ഓൾറെഡി ഞാൻ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എനേബിൾ ബട്ടൺ ടിക്ക് ചെയ്യാം. അതിനുശേഷം നമ്പർ ഓഫ് ഫയൽസ് നമ്മുടെ ഇൻ്റർവെല്ലിൽ എത്ര ഫയൽസ് സേവ് ചെയ്യണം, നമുക്ക് 5 10 ഒക്കെ ആക്കി വെക്കാം. ഞാനിവിടെ 5, അപ്പം മീൻസ് കൂടുതൽ ഫയൽ കയറി ഫുള്ളാവുന്നൊരു പ്രശ്നം ഇതായി കിട്ടും. 5 8 10 ഒക്കെ വെക്കാം, ഒരു 5 ആണ്. പിന്നെ ബാക്കപ്പ് ഇൻ്റർവെൽ ഇത് മിനിറ്റ്സിലാണ് എഴുതേണ്ടത്. അപ്പം അത് നമുക്ക് ഡിപ്പെൻഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിനനുസരിച്ചിരിക്കും. ഒരുപാട് ഫയൽസും കാര്യങ്ങളും മെറ്റീരിയലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ക്രാഷ് ആവുന്നതും മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ടൈം മാക്സിമം ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഒരു 5 മിനിറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ റീസൺ എന്താ വെച്ചാൽ ഈ 5 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത് സേവ് ആവും. എൻ്റെ ഫയൽ സേവ് ആകുന്ന സമയത്ത് സിസ്റ്റത്തിന് ലോഡ് കൂടുതലായിരിക്കും. നമ്മൾ 1 മിനിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ടൈം ഫയൽ സേവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കിത് വർക്ക് ചെയ്യാനുള്ളൊരു പ്രോബ്ലം വരും. എല്ലാ സിസ്റ്റവും സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. അതിനുകൊണ്ട് തന്നെ മാക്സിമം ഒരു 3 4 5 ആ ടൈമിൽ കൊടുക്കുക. ഇത് നമുക്ക് ഏത് പ്രൊജക്റ്റാണോ അതിനനുസരിച്ചുള്ളത് കൊടുക്കാം. ദെൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓട്ടോ ബാക്കപ്പ് സേവ് ആയിട്ടുണ്ട്. സേവ് ആകുന്ന ഫയൽ എവിടെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ 3ds Max ഓട്ടോ ബാക്ക് ഇതിലാണ് ഓട്ടോ ബാക്കപ്പ് വരിക. അപ്പോൾ ടെസ്റ്റ് 01 ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെ 1 2 3 ഉള്ള ഫോർമാറ്റ് നമ്മൾ എത്ര ഫയൽ എന്നുള്ള രീതിയിലാണ് വരിക. നമ്മൾ ഇടയ്ക്കിടെ ഡിലീറ്റ് ആയി കൊടുക്കണം. അത് 1 by 1 നമ്മുടെ ഇവിടെ സേവ് ആയ ടൈമിനനുസരിച്ചാണ് വരിക. ടൈം ഓരോന്നുള്ളത് ക്രാഷ് ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ ഈ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ലോഡ് കൂടി എററാകുന്ന സമയം വരും, പെട്ടെന്ന് കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ വരാനും എന്തെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതില്ലാതെ ക്രാഷായി പോകും.